പൊതുവിദ്യാലയങ്ങൾ സർക്കാർ അടച്ചുപൂട്ടുന്നുവെന്ന റിപ്പോർട്ടുകളിൽ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ പ്രചാരണങ്ങൾ. പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടേണ്ടവല്ലെന്നും അവ സംരക്ഷിക്കപ്പെടണം എന്നുമാണ് ഇടതുപക്ഷ നയമെന്നും മന്ത്രി വ്യക്തമാക്കി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളും മാധ്യമ അജണ്ടകളും. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു നമ്പർ കൂടി ഇറക്കിയിട്ടുണ്ട് ഒരു വിഭാഗം മാധ്യമങ്ങൾ. പൊതുവിദ്യാലയങ്ങൾ വ്യാപകമായി ഇടതുപക്ഷ സർക്കാർ അടച്ചുപൂട്ടി എന്നതാണ് അത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും മുഴുവൻ വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്ന് സമൂഹത്തോട് തുറന്നു പറയുകയും UDF സർക്കാർ 2011-16 കാലയളവിൽ തകർത്ത പൊതുവിദ്യാഭ്യാസ രംഗത്തെ കൈപിടിച്ചുയർത്താനും നിലനിർത്താനും വേണ്ടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുകയും സമൂഹത്തിന്റെ പിൻബലത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തത് 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടാതെ 5000-ലധികം കോടി രൂപയാണ് സർക്കാർ പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചത്. അതിന്റെ തെളിവുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ എവിടെയും കാണാം. 5 കോടി കിഫ്ബി ധനസഹായത്തോടെ നിലമ്പൂർ മാനവേദൻ HSSൽ വന്ന മാറ്റം കാണാതിരിക്കാൻ ആകുമോ? 3 കോടി കിഫ്ബി പദ്ധതി പിന്നീട് 3 കോടി 90 ലക്ഷം രൂപയായി റിവൈസ് ചെയ്തു. GHSS പൂക്കോട്ടുപാടം, GHSS എടക്കര, GHSS മുത്തോടത്ത് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടാതെ GUPS പറമ്പ നിർമ്മാണ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലല്ലേ. 1 കോടി ധനസഹായം പിന്നീട് 1 കോടി 30 ലക്ഷം രൂപയായി മാറി. GUPS കുറുമ്പലങ്ങോട്, GMLPS നിലമ്പൂർ, IGMMRS നിലമ്പൂർ, GHS മുണ്ടേരി തുടങ്ങിയവയുടെ നിർമ്മാണം പൂർത്തിയായില്ലേ. പുള്ളിയിൽ GUPS സ്കൂളിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. നിലമ്പൂർ GUPSന്റെ നിർമ്മാണം ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ഇനി ഉടൻ ആരംഭിക്കുന്ന ഘട്ടത്തിലുമാണ്. കൂടാതെ പ്ലാൻ ഫണ്ട് മുതലായവ ഉപയോഗിച്ച് വലുതും ചെറുതുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയല്ലേ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും തുടർന്നുള്ള വിദ്യാകിരണം മിഷനും ഉണ്ടാക്കിയ ആത്മവിശ്വാസം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എത്ര വലുതാണ്. 11 ലക്ഷത്തോളം കുട്ടികളെയല്ലേ പൊതുവിദ്യാലയങ്ങളിൽ രക്ഷിതാക്കൾ അധികമായി അയച്ചത്. ഇത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കാനാണ് സ്കൂൾ പൂട്ടൽ വാദം ഉയർത്തുന്നത്. കേരളത്തിൽ ചിലയിടങ്ങളിലെങ്കിലും സ്കൂൾ കുട്ടികൾ തീരെ വരാത്തതിനാൽ ചില സ്കൂളുകൾ സ്വയം ഇല്ലാതാകുന്ന അവസ്ഥയുണ്ട്. 1959 മുതലുള്ളതാണ് ഈ അവസ്ഥ. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ സ്കൂളുകൾ തുടങ്ങുന്നതിനും കുട്ടികളില്ലെങ്കിൽ അടയ്ക്കുന്നതിനുമുള്ള വകുപ്പുകളുമുണ്ട് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ വ്യക്തമാണ്. ഇക്കാര്യങ്ങൾ പാലിക്കാത്ത സംഭവങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കും. ഉണ്ടെങ്കിൽ നടപടിയുണ്ടാകും. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രശ്നം എടുക്കാം. മേലൂർ ജൂനിയർ ബേസിക് സ്കൂളിൽ 5-ൽ താഴെ മാത്രം കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 2023 ആ കുട്ടികളും TC വാങ്ങി തൊട്ടടുത്ത സ്കൂളിലേക്ക് മാറി. കുട്ടികളില്ലാത്തതിനാൽ പ്രസ്തുത സ്കൂൾ പ്രവർത്തിക്കാത്ത സാഹചര്യമുണ്ടായി. ഇതേ സ്ഥിതി തന്നെയായിരുന്നു പരിമടം LP സ്കൂളിൽ ഉണ്ടായത്. 2023 അവിടെ പഠിച്ചിരുന്ന 6 കുട്ടികളും തൊട്ടടുത്ത എയ്ഡഡ് സ്കൂളിലേക്ക് ചേർന്നു. കുട്ടികൾ ആരും ഇല്ലാത്തതിനാൽ പ്രസ്തുത സ്കൂൾ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അഴീക്കോട് ഈസ്റ്റ് LPSൽ 2022 തന്നെ ഇതേ അവസ്ഥ സംജാതമായി. തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലയിലെ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ പെരിങ്ങാടി എന്ന അൺഎയ്ഡഡ് സ്ഥാപനം അടച്ചുപൂട്ടിയതിന്റെ ഉത്തരവാദിത്തവും LDF സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തുകയാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ. എന്നാൽ UDF എന്താണ് ചെയ്തത്? കോഴിക്കോട് പട്ടണത്തിൽ 56 കുട്ടികൾ പഠിച്ചിരുന്ന മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയും ഇരുളിന്റെ മറവിൽ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റാൻ ഒത്താശ ചെയ്യുകയും ചെയ്തു. ലാഭകരമല്ലെന്ന് പറഞ്ഞു പൂട്ടാനുള്ള 1400 സ്കൂളുകളുടെ പട്ടികയും UDF സർക്കാർ തയ്യാറാക്കി. ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി UDF സർക്കാരിന് പുറകോട്ട് പോകേണ്ടി വന്നു. ഇതുപോലെ കോഴിക്കോട് AUPS പാലാട്ട്, മലപ്പുറം ജില്ലയിൽ 67 കുട്ടികൾ പഠിച്ചിരുന്ന ALPS മാങ്ങാട്ടുമുറി, തൃശൂർ ജില്ലയിലെ PMLPS കീരാലൂർ എന്നിവ അടച്ചുപൂട്ടാൻ UDF സർക്കാർ ഉത്തരവിടുകയുണ്ടായി. പക്ഷേ കേരള ജനത അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയാണുണ്ടായത്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ UDF സർക്കാർ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുകയും പൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. കൂടാതെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടേണ്ടവല്ലെന്നും അവ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുമുള്ള ഇടതുപക്ഷ നയവും സർക്കാർ ഖജനാവിൽ സമ്പത്തില്ല എന്നും അതിനായി പൊതുപണം ചെലവഴിക്കില്ല എന്നും നിലപാടെടുത്ത UDF നയങ്ങളും തിരിച്ചറിയാൻ കേരള സമൂഹത്തിന് കഴിയണം. മാധ്യമങ്ങളുടെ അജണ്ടയുടെ മറ്റൊരു തെളിവ് കൂടി പറയാം. 2014 പൂട്ടിയ വാണിവിലാസം എയ്ഡഡ് UP സ്കൂളും LDF സർക്കാരിന്റെ കാലത്താണ് പൂട്ടിയതെന്നാണ് മാധ്യമ വാർത്ത. ഇത് മാത്രം പോരെ അജണ്ട വ്യക്തമാക്കാൻ എന്ന് കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമാക്കിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.